കസ്റ്റഡി മർദ്ദനത്തിന്റെ മറ്റൊരു വിവരത്തിലേക്കാണ്. SI ആയിരുന്നപ്പോൾ മധു ബാബു മുൻ BSF ജവാനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതായി പരാതിയിൽ ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ദിവസത്തെ ശിക്ഷ വിധിച്ചിരുന്നു. 1000 രൂപ പിഴയടച്ച് കോടതി സമയം തീരും വരെ കോടതിയിൽ നിൽക്കണമെന്നതായിരുന്നു ശിക്ഷ. ചേർത്തല സ്വദേശി സുബൈറിന്റെ പരാതിയിലായിരുന്നു ശിക്ഷ വിധിച്ചത്. 2006 ജനുവരിയിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കനത്ത ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി സുബൈർ നിയമ പോരാട്ടത്തിലാണ്. 2006 ജനുവരി 1-നാണ് എന്നെ പുള്ളി മർദ്ദിക്കണത്. ഞാൻ ഒരു സുഹൃത്തിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് പുള്ളി പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ എന്നെ പുള്ളി വിളിപ്പിച്ചു. SI വിളിപ്പിച്ചു. ചെന്നിട്ട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റിയല്ല, ഒരു 4 ദിവസം കഴിയുമ്പോൾ, അതായത് 4 ദിവസം കഴിയുമ്പോൾ 1-ാം തീയതി 31-ാം തീയതിക്കുള്ളിൽ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു. 31-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 1-ാം തീയതി ആയപ്പോഴത്തേക്ക് 31-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 2 പോലീസുകാർ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വൈഫും എൻ്റെ 7 മാസം പ്രായമുള്ള മോനുമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ എന്നെ കണ്ട ഉടനെ ചാടി എഴുന്നേറ്റിച്ച് എൻ്റെ 2 കോളറിലും കൂടി പിടിച്ചിട്ട് എന്താ പൈസ കൊടുക്കാത്തതെന്ന് ചോദിച്ച് ഏകദേശം ഒരു കുറച്ച് അത്രയും ദൂരം, ഒരു 50 മീറ്ററോളം എന്നെ 2 കുത്തിലും പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അത് കുടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കുനിച്ചു നിർത്തി എന്നെ ഇടിക്കുകയൊക്കെയാണ് ചെയ്തത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഇതെന്തൊക്കെയാണ്? വലിയ ആരോപണമാണ് ഉയരുന്നത്. ഈ മധു ബാബു ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ തന്നെയാണോ പുള്ളിയുടെ സ്ഥിരം പരിപാടി? കിട്ടിയ ശിക്ഷ പക്ഷേ ചെറുതായി പോയി അല്ലേ? അതിൽ നിയമപോരാട്ടം നടത്തുകയാണ് ഈ മർദ്ദനമേറ്റ വ്യക്തി ഇപ്പോൾ. റോഷ്നി, 2005 ഡിസംബർ മാസത്തിൽ ഇപ്പോൾ പ്രതികരിച്ച സുബൈർ ഒരാളിൽ നിന്നും 25,000 രൂപ കടം വാങ്ങിയിരുന്നു. പക്ഷെ പറഞ്ഞ സമയത്ത് 25,000 രൂപ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഈ പണം കൊടുത്തയാൾ പോലീസിൽ ഒരു പരാതി നൽകി. അന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു മധുബാബു. അങ്ങനെ മധുബാബു ഈ വിഷയത്തിൽ ഇടപെടുകയും സുബൈറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ വിളിച്ചു വരുത്തി 2 ദിവസത്തിനകം പണം കൊടുക്കണമെന്നൊരു ആവശ്യം പോലീസിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം സുബൈറിന് ലഭിച്ചു. അപ്പോൾ സുബൈർ കുറച്ച് ദിവസത്തെ സാവകാശം ചോദിച്ചു. അതിനുശേഷം മടങ്ങിപ്പോയി. പിന്നീട് പറഞ്ഞ ഡേറ്റിനും കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2006 ജനുവരി 1-ന് ഭാര്യയുടെ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് ഭാര്യയും ഒപ്പം തന്നെ 7 മാസം പ്രായമുള്ള കുഞ്ഞും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവിടെ SIയുടെ റൂമിലേക്ക്, മധുബാബുവിന്റെ റൂമിലേക്ക് സുബൈറിനെ വിളിപ്പിക്കുന്നു. അവിടെ ചെന്ന് അസഭ്യം തന്നെ പറഞ്ഞു, SI അസഭ്യം പറഞ്ഞു എന്നാണ് സുബൈർ പറയുന്നത്. അതിനുശേഷം SIയുടെ ആ ഔദ്യോഗിക മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് സുബൈറിനെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സുബൈറിന്റെ പരാതി. അതിനുശേഷം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ 2 ദിവസം അവിടെ അഡ്മിറ്റായി ചികിത്സ തേടുകയും ചെയ്തിരുന്നു. പിന്നീട് ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സുബൈർ ഒരു പരാതി നൽകി. ആ പരാതി കോടതി പരിഗണിക്കുകയും പിന്നീട് വാദം കേട്ട ശേഷം സബ് ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ ഒരു ശിക്ഷാവിധി ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. 1000 രൂപ പിഴയും 1 ദിവസം മുഴുവൻ കോടതിയിൽ നിൽക്കണം എന്നുമായിരുന്നു. പക്ഷേ ആ ഒരു ശിക്ഷാവിധിയിൽ സുബൈർ തൃപ്തനല്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ആ കേസ് ഉള്ളതെന്നാണ് സുബൈർ പറയുന്നത്. അങ്ങനെ 2006-ൽ സബ് ഇൻസ്പെക്ടറായിരിക്കെ മധുബാബു ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് BSF-ൽ നിന്നും വിരമിച്ച സുബൈർ പറയുന്നത്. സുബൈറിന് അന്ന് 38 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സോളം പ്രായമുണ്ട്. ഇപ്പോഴും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും സുബൈർ പറയുന്നുണ്ട്. ഏതായാലും തന്നെ ക്രൂരമായി മർദ്ദിച്ച സബ് ഇൻസ്പെക്ടർക്ക് ഈ പറഞ്ഞ 1000 രൂപ ശിക്ഷാവിധി എന്നുള്ളത് വളരെ ചെറുതാണ്. തനിക്ക് മാനസികമായും ഒപ്പം തന്നെ ശാരീരികമായും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണത്. അതും ഭാര്യയുടെ മുന്നിൽ വെച്ചും 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ചും അസഭ്യം പറഞ്ഞു. 25,000 രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ അത് കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് തനിക്ക് ആ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് മുൻ BSF ജവാൻ കൂടിയായിട്ടുള്ള സുബൈർ പറയുന്നത്. ഏതായാലും മേൽക്കോടതിയെ സുബൈർ സമീപിച്ചിട്ടുണ്ട്. കടുത്ത ശിക്ഷാവിധി തന്നെ അദ്ദേഹത്തിന് കിട്ടണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സുബൈർ ഇപ്പോഴുമുള്ളത്.